ഹേയ് ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ബീഫിൻ്റെ കറി ഉണ്ടാക്കിയാലോ. നമ്മളത് നേരത്തെ കുക്കറിനകത്ത് ഉള്ളിയും ബീഫും പിന്നെ മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് ഉപ്പൊക്കെ ഇട്ട് മാറ്റി അവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് ആ ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇതെല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് ഇളക്കി പിന്നെ കുറച്ച് തക്കാളിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി പിന്നെ അതിന് ശേഷം കുറച്ച് കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളിതാ മസാലപ്പൊടിയൊക്കെ ചേർക്കുമായിരുന്നേ. മസാലപ്പൊടി ചേർക്കുന്നതിന് വേണ്ടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഗരം മസാലയാണ് കേട്ടോ ഇട്ടത്. ഗരം മസാലയും ഉപ്പും എല്ലാം ഇട്ട്, ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ അവിച്ചെടുത്തപ്പോഴത്തേക്ക് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് കുറച്ച് നേരം ഇളക്കണം കേട്ടോ. ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ബീഫിൻ്റെ സൂപ്പ് ഉണ്ടായിരുന്നു, അതെടുത്തതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കേട്ടോ. ഇളക്കിയിട്ട് നല്ല കറുത്ത കളറിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടും ബീഫ് കറിയും കൂടെ കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ.